അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇന്നെല്ലാം ഉടായ്പ പാചകമായിട്ടൊന്നും കാണിക്കാൻ മാത്രമില്ല, അതുകൊണ്ടാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കീറൽ മിക്കവരുടെയും ഒരു പ്രശ്നമല്ലേ. ഉപ്പൂറ്റി ഇങ്ങനെ വിണ്ട് കീറിയിട്ട് കാലൊന്നും ഒരു ഭംഗിയില്ലാതൊക്കെ ഇരിക്കുന്ന ആ പ്രശ്നം. അപ്പോൾ ഉപ്പൂറ്റി വിണ്ട് കീറലിന് ഏറ്റവും നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം. അപ്പം ആ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഉപ്പൂറ്റിയുടെ വിണ്ട് കീറലെല്ലാം മാറി നല്ല ഉപ്പൂറ്റി നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ വിണ്ട് കീറാതെ ഇരിക്കും. പിന്നെ അങ്ങനെ അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വരുത്തേയില്ല. അങ്ങനെയുള്ളൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇതിനകത്ത് നമ്മൾക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടാവാടിയാണ്. തൊട്ടാവാടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. തൊട്ടാൽ വാടും. നമ്മളിപ്പം ആരുടെയെങ്കിലും കാര്യം പറയുമ്പോൾ പറയത്തില്ലേ, അവൾ തൊട്ടാവാടിയാന്ന് പറയത്തില്ലേ. എൻ്റെ കാരണം എന്താ, തൊട്ട് കഴിഞ്ഞാൽ ഉടനെ വാടും, അല്ലെങ്കിൽ പെട്ടെന്ന് കരയും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം തൊട്ടാവാടിയുടെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ്. നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടമാതിരി കാണും. ഇപ്പം അങ്ങനെ കാണുന്നില്ല അല്ലേ, വംശനാശം വന്നു എന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഒന്നും പക്ഷേ അധികമായിട്ടില്ല. നമ്മൾ കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് തൊട്ടാവാടി. ഇപ്പം ഞങ്ങൾ ഈ ആടിനൊക്കെ കൊടുക്കാനായിട്ട് തൊട്ടാവാടി പറിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും, ആടെങ്ങനെ ഈ തൊട്ടാവാടി കഴിക്കുന്നതെന്ന് വരെ വിചാരിക്കും അല്ലേ. അത്രയ്ക്ക് മുള്ളല്ലേ അതിൽ. അപ്പം അത് പറിക്കാൻ പോകുന്നവര് ശ്രദ്ധിച്ച് പറിക്കുക. ഇപ്പൊ തൊട്ടാവാടി പറിച്ചെടുക്കുമ്പോഴത്തേക്കും അതിന്റെ വേരും തണ്ടും ഇലയും പൂവും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറിച്ചെടുക്കാം. അത് പറിച്ചെടുത്തോണ്ട് വരിക. പറിച്ചെടുത്തോണ്ട് വന്നിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് അവിടെ വെക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയാണ്. എല്ലാം കുറേശ്ശെ എടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇപ്പൊ ഒരു സാധനം കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല. ഇതിപ്പോ തൊട്ടാവാടിയും നമ്മുടെ തുളസി ഇല എടുക്കുമ്പോൾ കൃഷ്ണ തുളസി എടുക്കണം. നല്ല വയലറ്റ് കളറുള്ള ഒരു ഇലയില്ല, നല്ല ചുമന്ന തുളസി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ചുമന്ന അല്ല, അതിൽമാതിരി ഒരു വയലറ്റ് കളറാണ് കൃഷ്ണ തുളസി. അതും എടുക്കുക. അത് രണ്ടും കൂടി എടുക്കുക. അപ്പം ഈ തൊട്ടാവാടി കഴുകിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ തുളസി ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതവിടെ ഇരുന്നോട്ടെ. ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാല് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഈ പറയുന്ന കാര്യം നമ്മുടെ കുഴിനഖത്തിനും ഉപ്പൂറ്റി വിണ്ട് കീറലിനും വളങ്കടിക്കും ഒക്കെ ഒരുപാട് നല്ല കാര്യമാണ് ഇത്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കും ഇതെടുക്കാം. ഉപ്പൂറ്റി വിണ്ട് കീറല്, കുഴിനഖം, വളങ്കടി, ഇതിനെല്ലാം ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നെന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ നമ്മള് ഇനി കാല് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം എടുക്കുക. കാരണം നമ്മുടെ കാല് മുക്കി വെക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിനകത്തോട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ആ വെള്ളവും കല്ലുപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാല് അതിലേക്ക് മുക്കി വെക്കുക. ഒരു 10-15 മിനിറ്റ് നേരം കാല് മുക്കി വെക്കുക. മുക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഈ പ്ലാസ്റ്റിക്കിന്റെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ നമ്മൾ കാല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ചയും അങ്ങനെയൊക്കെയില്ല, അതൊന്നും ഇട്ടിട്ട് കാലിന്റെ പുറവും അടിഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. വൃത്തിയാക്കിയതിന് ശേഷം 15 മിനിറ്റിന് ശേഷം കാല് വെളിയിലെടുത്തിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം നമ്മുടെ ഉപ്പൂറ്റിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വിണ്ട് കീറിയിരിക്കുന്ന തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. അതുപോലെ കുഴിനഖം ഉണ്ടെങ്കിൽ കുഴിനഖത്തിലും നന്നായിട്ട് തേച്ച് വെക്കുക. ഒരു അരമണിക്കൂർ നേരം അതിരിക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക. ഇത് അടുപ്പിച്ച് ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉപ്പൂറ്റി വിണ്ട് കീറലൊക്കെ മാറി നല്ല സൂപ്പർ ഉപ്പൂറ്റിയായിട്ട് കിട്ടും. അതുപോലെ കുഴിനഖവും നന്നായിട്ട് മാറും. ചിലരുടെ കുഴിനഖമൊക്കെ ഇങ്ങനെ പഴുത്ത് ഒക്കെ നിൽക്കുന്ന കാണത്തില്ലേ. അപ്പം അവർക്ക് അതുകൊണ്ട് ഭയങ്കര വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ ഈ മാതിരിയുള്ള ഈ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പൂറ്റി വേദന ആയാലും കുഴിനഖമൊക്കെ ആയാലും വളങ്കടി ആയാലും പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടും. അപ്പം
ചെറിയൊരു മരുന്നാണ് ഈ പറഞ്ഞു തന്നത്. തൊട്ടാവാടിയൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ തുളസിയിലയും തൈരും ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ മഞ്ഞൾപ്പൊടിയും. അപ്പം ഇതൊക്കെ നമ്മൾ തേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ കുഴിനഖം ഉള്ളവരാണെങ്കിലും വളങ്കടി ഉള്ളവരാണെങ്കിലും വിണ്ട് കീറലുള്ളവരാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് തേച്ച് നോക്കുക. നല്ലതായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരാഴ്ചക്കകം നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.